എവിടെയായി കിരൺ? അല്ലെങ്കിൽ എപ്പോഴും പിന്നാലെ കാണും, പക്ഷെ അന്വേഷിച്ചാലോ ഒരിടവും കാണാൻ കിട്ടില്ല. സോറി മാം. ഒരു പ്രശ്നമില്ല, ഇറ്റ്സ് ഓക്കെ. ഹോളി അല്ലേ? ഹാപ്പി ഹോളി. ഓ മൈ ഗോഡ് പ്രീത അറക്കൽ, നിന്റെ ഡ്രസ്സാകെ വൃത്തിയേടായല്ലോ. ഈ കളർ ഇനി എന്ത് ചെയ്യും? നീ പുതിയ ഡ്രസ് വാങ്ങാൻ പോവാ? ഓ, ഞാൻ മറന്നുപോയി, നിങ്ങൾ പാവപ്പെട്ടവരല്ലേ. പിന്നെ പാവപ്പെട്ടവര് 10 രൂപ ചെലവാക്കാൻ പോലും ഒരുപാട് ആലോചിക്കും. സോ സാഡ്. ആക്ച്വലി കാര്യം എന്താണെന്നറിയാമോ ഷെർലിൻ? മനസ്സ് വൃത്തികേടായവർക്കുണ്ടല്ലോ, കാണുന്നതെല്ലാം വൃത്തികേടായി തന്നെ തോന്നും. ഒന്നും വിചാരിക്കരുതേ, ഹോളിയല്ലേ? ഒരുപാടായി നീ കളിക്കുന്നു പ്രീത അറക്കൽ. ഇത് അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഇന്ന് നിന്റെ മുഖത്തെ ഈ ചിരി ഇല്ലാതാക്കിയില്ലെങ്കിൽ എന്റെ പേര് ഷെർലിൻ കുമാർ എന്നല്ല. നിനക്ക് ഇങ്ങനെ ഉറക്കെ വിളിച്ചു പോവാൻ? ഞാൻ ഞെട്ടിപ്പോയി. ഇത് കിരൺ നമ്പരുടെ സ്റ്റൈലാ മോളെ. എന്റെ എൻട്രി എപ്പോഴും പൊളിയായിരിക്കുന്ന ഇറ്റ്സ് മൈ സ്റ്റൈൽ. ഓ ശരി, പറയൂ, എന്താ പ്ലാൻ? യെസ്, വലിയ സ്പെഷ്യൽ പ്ലാനാ. ലഹരി കുടിപ്പിച്ച് ഷേളിന്റെ ബോധം കളയണം ആദ്യം. ഐ മീൻ, അതിനുശേഷം അവൾ എല്ലാ രഹസ്യം തുറന്നു പറയും. എന്തിനാ ഏട്ടനെ കെട്ടാൻ ആഗ്രഹിക്കുന്നതെന്നും അതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന്. നീയും ബാങ്ക് കുടിച്ചോ? നിന്റെ ബുദ്ധി ഇന്ന് വളരെ 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 വേഗത്തിൽ പോകുന്നുണ്ടല്ലോ. ഐ ആം ദി കിരൺ നമ്പ്യാർ. ഓക്കെ, സൂപ്പർ പ്ലാൻ. അല്ല പിന്നെ നന്നായിരിക്കുന്നു, വളരെ നന്നായി വരും. നിങ്ങൾ ആ മധുരം കഴിക്കും, ഞാൻ പിന്നെ വന്നോളാം. ഇത് പിടിക്ക. നീ എന്തുമാത്രം കെയർ ചെയ്യുന്നു ബേബി. താങ്ക് യു. ഇതിൽ ഒരു തുള്ളി പോലും കുടിക്കരുത്. അതെന്താ? ഇതിൽ നല്ല ഹെവി ഡോസ് പാങ്ങുണ്ട്. ഇത് എസ്പെഷ്യലി പ്രീതയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. നിനക്കറിയോ എന്ത് കഷ്ടപ്പെട്ട ഇത് ഉണ്ടാക്കിയെന്ന്? ഇത് പ്രീത കുടിച്ചാലുണ്ടല്ലോ, that's it. നമ്മുടെ പ്ലാൻ സക്സസ്ഫുൾ ആയിരിക്കും. പക്ഷെ ബേബി, ഒരു കാര്യം പറഞ്ഞതാ, നീ ഇത് നിന്റെ കൈ കൊണ്ട് പ്രീതയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവളത് കുടിക്കാൻ തോന്നുന്നുണ്ടോ? അവളത് അപ്പൊ തന്നെ വലിച്ചെറിയും. അവക്ക് നിന്നെ ഇഷ്ടമല്ല, നിന്നെ അവക്ക് സംശയമാണ് ഷെർലിൻ. അതെനിക്കറിയാം. അതുകൊണ്ടാ ഈ ജോലി നിന്നെ ഏൽപ്പിക്കുന്നത്. അല്ല, നീ അവളുടെ ഭാവി ഭർത്താവല്ലേ? എന്തെങ്കിലും മാജിക് കാണിക്ക്. നോക്ക്, അവള് നിന്നെ സംശയിക്കുകയില്ല, മാത്രമല്ല അവള് നിന്നെ അനുസരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ജോലി നിന്റേതാണ്. പെർഫെക്റ്റ്. ഇനി എന്റെ കളി എന്താണെന്ന് കണ്ടോ. ഇപ്പൊ തന്നെ പോവാം. ലിസൺ, പക്ഷെ കിരൺ എന്ത് ചെയ്യും? ആ ബുദ്ധിമാന് വേണ്ടി ഞാൻ വേറെ കുറച്ച് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതായത് കിരൺ ബോധത്തിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അവൻ ഈ ഭാഗം കുടിപ്പിക്കരുത്. പക്ഷെ എന്തിന്? അത് പിന്നെ രണ്ടാളും കുടിച്ചാൽ രണ്ടാളുടെയും ബോധം ഇല്ലാതായി ഒന്നും നടക്കില്ല. ഞാൻ എന്താ പറഞ്ഞു വരുന്നെന്ന് മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരാൾ നല്ല ബോധത്തിലിരിക്കണം. ഹായ് ഹോട്ടി ഹാൻസം, ഒരു സെൽഫി എടുത്തോട്ടെ? ഓഫ് കോഴ്സ്. പക്ഷെ ഇങ്ങനെ എങ്ങനെയാ? ഐ മീൻ, നീ നിറത്തിലാകെ കുളിച്ചു നിൽക്കാല്ലേ? ഇങ്ങനെ സെൽഫി എടുത്ത് എന്ത് രസമുള്ളേ. പക്ഷെ എനിക്കത് വെച്ചൊരു കള്ളം പറയാലോ. അതായത് കിരൺ എന്റെ ദേഹത്ത് കളർ തേച്ചെന്ന്. കള്ളം പറയേണ്ട ആവശ്യം എന്താ മോളെ? ചേട്ടാ, ഹാപ്പി ഹോളി. കിരൺ, നീ ഒന്ന് എന്റെ കൂടെ വന്നേ. എങ്ങോട്ടാടി? ഒന്ന് വരുന്നുണ്ടോ? അല്ല, നിങ്ങൾ എക്സ്ക്യൂസ് മീ, ഇവൻ എന്റെ കൂടെ ഹോളി കളിക്കുക. സോ ഡോണ്ട് ഡിസ്റ്റർബ്, ഓക്കെ? എന്താടി ഇങ്ങനെ നോക്കുന്നേ? ഇവക്ക് കുറച്ച് ക്രാക്ക് ആണെന്ന്. എന്റെ മനസ്സ് മുഴുവൻ ഞാനില്ലാതെ ഇവക്ക് ജീവിക്കാൻ പോലും കഴിയില്ലെന്നാ പറയുന്നേ. ഇവക്ക് ഞാൻ ഇവരുടെ കൂടെ മാത്രമേ ഹോളി കളിക്കാൻ പാടുള്ളൂ. പാവം, വല്ലാത്തൊരു അവസ്ഥയാ. പനിയുണ്ട്. സ്റ്റോപ്പ് ഇറ്റ് കിരൺ. ഇവൻ ഈ പറയുന്നതുണ്ടല്ലോ ഒരിക്കലും വിശ്വസിക്കരുത്. ഇവൻ ഒന്നാം നമ്പർ നുണയണം. പ്ലീസ്, ഓക്കെ? കിരൺ നമ്പ്യാർ ഒരിക്കലും കള്ളം പറയില്ല. ഓ ഗോഡ്, ഇവൾ എന്തായാലും കിരണിന്റെ ഒരു സ്റ്റുപ്പിഡ് ഫാൻ ആണെന്ന് തോന്നുന്നു. കിരൺ പറയുന്നതൊക്കെ ഇവൾക്ക് എന്തായാലും ഒരു പുണ്യവചനമായിട്ടേ തോന്നുന്നു. നാണം കെടുത്തി കഴിഞ്ഞോ? എന്ത് തോന്നിയാസം നീ കാണിച്ചേ? തോന്നിയാസം? വാ തോന്നിയാസം? നീ ഇപ്പൊ എന്നെ ചൂളടിച്ചില്ലേ? എന്താ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ മൈ ഗോഡ്, കിരൺ നമ്പ്യാർ, സീരിയസ്ലി നിന്റെ ജോക്സിന്റെ സ്റ്റാൻഡ് ദിവസം തോറും കുറഞ്ഞു വരുവാണല്ലോ. ഓ, നിന്റെ ജോക്ക് കേട്ട പിന്നെ ഭയങ്കര ചിരിയല്ലേ വരുന്നേ? ചോദിക്കേണ്ടി വരും, ഇത് തമാശയാണോ അല്ലയോ എന്ന്, ചിരിക്കണോ വേണ്ടയോ എന്ന്.
എനിക്ക് എന്തായാലും ഭ്രാന്തൊന്നും അല്ല. ഈ ഹ്യൂമനിൽ ശ്രദ്ധിച്ചിട്ട് പ്ലാന്റെ കാര്യം മറക്കാൻ. വാട്ട് പ്ലാൻ? എടാ മോനെ, നീ ആ ഷെർലിന് കൊടുക്കാനുള്ള ബാങ്ക് തയ്യാറാക്കിയോ ഇതുവരെ? ആ പ്ലാൻ വേറെന്താ? എടി ഞാൻ പോവാൻ നിൽക്കുമായിരുന്നു. അപ്പോഴെന്റെ ഫാനിന്റെ അടുത്തേക്ക് വന്നത്. എന്താ ചെയ്യാ, ഈ പൂവിന്റെ അടുത്തേക്ക് പൂമ്പാറ്റ് വരുന്ന പോലെ ഓരോ പെണ്ണുങ്ങളും എന്നെ തേടി ഇങ്ങോട്ടേക്ക് വരുന്നത്. ഈ പെമ്പിളാരെ കൊണ്ട് തോറ്റു. അതുകൊണ്ടാ ഞാൻ ഈ എന്നെ തന്നെ കൃഷ്ണ എന്ന് വിളിക്കുന്നത്. പക്ഷെ മോളെ, ഒരു വേക്കൻസി ഒഴിവുണ്ട്. നിനക്ക് വേണമെങ്കിൽ ഞാൻ ആ പോസ്റ്റ് നിനക്ക് തന്നേക്കാം. ആഹാ, ആരുടെ? എന്റെ രാധയുടെ. ഞാൻ നിന്നെ എന്റെ രാധയാക്കാവുന്നേ, സത്യമായിട്ടും. നിനക്ക് വേണ്ടി ഞാൻ ഏറ്റവും നന്നായിട്ട് പുല്ലാങ്കുഴൽ വായിക്കാം. ഓ മൈ ഗോഡ്, നോക്കൂ കിരൺ, അത് നീ ഇപ്പൊ എന്റെ അടുത്ത് ഫ്ലേർട്ടിങ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ കട്ട് ഇറ്റ് റൈറ്റ് ഡൗൺ. ഫ്ലേർട്ട് ചെയ്യാൻ ശ്രമിക്കല്ല മോളെ, ഞാൻ ഫ്ലേർട്ട് ചെയ്യാടി. ഞാൻ അടി വാങ്ങു നീ. അടി അടിക്കണി എന്നെ, അടിക്കടി. ഇത് മുഴുവൻ ഞാൻ ഇന്ന് കുടിക്കും. എന്താ നീ പറയുന്നത്? നീ ഇത് മുഴുവൻ കുടിച്ചെന്നോ? ഇനി വന്നേ. നിന്റെ ഒരു കാര്യം. എന്ത് മനുഷ്യരാ ഇത്? ബാങ്ക് കുടിച്ചാ ബോധം പോവെന്നും പലതും സംസാരിക്കാൻ അറിഞ്ഞിട്ടും ആൾക്കാരുടെ മുന്നിൽ കോമാളിയാവെന്ന് അറിഞ്ഞിട്ടും പിന്നെയും കുടിക്കും. എന്തൊരു മനുഷ്യരാണോ? മാഡം, ഇതിൽ ഭാങ്കുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് മിൽക്ക് ഷേക്ക് ആണെങ്കിൽ അത് ആ സൈഡിലാണ്. ആ, അപ്പൊ ശരിയല്ലേ? ഗ്രീനിന്റെ അർത്ഥം സേഫ് എന്നല്ലേ? ദാറ്റ് മീൻസ് ഗോ അഹെഡ്. പക്ഷെ എനിക്ക് ബാങ്ക് തന്നെ വേണം. ആണോ? ഓക്കെ. സൃഷ്ടി, നീ സ്മാർട്ട് ആവ്. ഇതെങ്ങനെ, എവിടെ, എപ്പോ പുറത്തിറക്കും? ഇമ്പോർട്ടന്റ് കാര്യം ഇതാണ്. ഈ ബാങ്ക് ഞാൻ ആർക്ക് കൊടുക്കും? മനസ്സിലാവുന്നില്ല. സമീർ, സമീർ. ഞാനിപ്പോ വരാമേ. ചേട്ടാ, നേരത്തെ എന്താ പറഞ്ഞത്? ഈ ഗ്രീൻ കളറ് ഡ്രൈ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് എന്നല്ലേ? അമേസിംഗ്. ഇതാ ഡ്രൈ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക്. ഇങ്ങനെ നോക്കുന്ന എന്തിനാ? എന്നെ വിശ്വാസമില്ലേ നിനക്ക്? ഓക്കെ, എന്നെ വിശ്വാസമില്ലല്ലോ നിനക്ക്. അപ്പൊ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കട്ട്. ബൈ. തന്നെ ഞാനൊന്ന് നോക്കട്ടെ. ഇതാ. വിഡ്ഢിയായിരുന്നു, വിഡ്ഢിയാണ്. ഇപ്പൊ ശരിക്കും വിഡ്ഢിയായി. എടോ, ഇതില് ഭാങ്ങുണ്ട്, ഭാങ്. ശരി, ഡാൻസ് കളിക്കാം. വന്നേന്നെ, വന്നേന്നെ. പ്രീത, ഇത് നിനക്ക് വേണ്ടിയാ. എ ലോട്ട് ഓഫ് ലവ്. എന്താ ഇത്? ഇത്
ബദാം മിൽക്ക് ഷേക്ക്. താങ്ക് യു പൃഥ്വിയേട്ടാ. നോ പ്രോബ്ലം. ഐ വിൽ ക്യാച്ച് യു. ബൈ. ബൈ. എടാ സമി എല്ലാം പറഞ്ഞ പോലെ രോഹിത് എവിടെയാ? ആ എന്താ പൃഥ്വി, നീ എന്തെങ്കിലും ടെൻഷനിലാണോ? അല്ലല്ലോ, അത് എന്റെ മുഖം നല്ല ഇന്നസെന്റ് അല്ലേ, അതാ എപ്പോ നോക്കിയാലും പേടിച്ച പോലെ തോന്നുന്നത്. ഓൾറൈറ്റ് ഓൾറൈറ്റ്. എങ്ങനെയെങ്കിലും ഷേളിനെ കൊണ്ട് ബാങ്ക് കൊടുപ്പിക്കണം. ഇവളെ കൊണ്ടിന്ന് സത്യം പറയിച്ചിരിക്കും ഞാൻ. ഓ എനിക്കിപ്പോഴാ ഒരു കാര്യം ഓർമ്മ വന്നേ. ഞാനിപ്പോ വരാം.
എക്സ്ക്യൂസ് മീ. ഹായ് സരള, ഹായ്. നല്ല രസമുണ്ടായിരുന്നു ഹോളിയല്ലേ? എന്തൊരു ആഘോഷായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതെ അമ്മേ, ശരിയാ. വാ വാ എന്റെ സുന്ദരി കുട്ടികളിഞ്ഞ് വാ, വാ. എന്ത് രസമായിരുന്നു അമ്മേ. നന്നായി കളറെല്ലാം അവിടെ തന്നെ വെച്ചിട്ട് വന്നത്. പക്ഷെ ഡ്രസ്സൊക്കെ ഒരു പരുവായി. അത് സാരമില്ല, ഡ്രസ്സൊക്കെ ഇനിയും പുതിയത് വാങ്ങാലോ. പക്ഷെ എത്ര നന്നായിരുന്നു. എല്ലാവരും ഒരുമിച്ച് എല്ലാവരും ഹോളി ആഘോഷിച്ചു. നല്ല രസമുണ്ടായിരുന്നു. ആ സരള, തൊണ്ട വരണ്ട്, കുറച്ച് വെള്ളം കൊണ്ടുവാ. ഇരിക്കേ. മുത്തശ്ശി, ആ എനിക്കൊരു പാട്ട് പാടിത്തരുമോ? അവക്ക് പാട്ട് പാടി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത്രയധികം പാങ്ക് കുടിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഇതുവരെ ബോധം വന്നിട്ടില്ല. ആ അബിയുടെയും പ്രിയനും വീട്ടുകാര് ഇവളെ പറ്റി എന്ത് വിചാരിച്ചു കാണും? അതെ, കാരണം എനിക്ക് പ്രണയം തോന്നി. എന്തെന്ന്? പ്രണയോ? ആരോടാ നിനക്ക് പ്രണയം തോന്നുന്നത്? ഇവിടെ വാ, ഇവിടെ വാ, ഇങ്ങോട്ട് വാടി. ആരോടാണ് നിനക്ക് പ്രണയം തോന്നുന്നത്? അമ്മേ, അത് എനിക്ക് നാണം വരുന്നു. ഞാൻ പറയത്തില്ല ആരെടുത്താന്ന്. എന്ത്? അമ്മേ വിട്ടേക്ക്, ടെൻഷൻ ആവണ്ട. അവൾ ഇത്രയ്ക്ക് പാങ്ക് കുടിച്ചില്ലേ, അതുകൊണ്ടാ. അവൾക്ക് പോലും അറിയില്ല അവൾ എന്താ പറയുന്നതെന്നോ എന്താ ചെയ്യുന്നതെന്നോ. അതാ, പറയൂ പറയൂ. ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? ഡോക്ടർ പറഞ്ഞല്ലോ എനിക്ക് പാട്ട് പാടിത്തരാൻ. അപ്പൊ പാട്ട് പാട്, ഒരേക്കെ പാടണം. നിനക്കൊരു പാട്ടും പാടി തരുന്നില്ല. നല്ല രണ്ടടി വെച്ച് തരാനാ തോന്നുന്നത്. കണ്ണതൊക്കെ എടുത്ത് കുടിച്ചിട്ട് ബോധമല്ലാതെ. വേണ്ട വേണ്ട, വാ സൃഷ്ടി, വാ അകത്ത് വാ. ആദ്യം നമുക്ക് അകത്ത് പോയിട്ട് കിടക്കാം, എന്നിട്ട് പാട്ടൊക്കെ പാടിത്തരാം. ഐ ലവ് യു. വാ വാ, നിനക്ക് അമ്മ, ഇതൊക്കെ നിങ്ങൾ കാരണം ഉണ്ടായത്. നിങ്ങൾ ആ കപ്പ് സിറപ്പ് കുടിക്കുന്നത് ഇതാ ഇപ്പൊ ഈ കുട്ടികളും പഠിച്ചിരിക്കുക. നീ പറയുന്നത് ഈ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് ഞാൻ കാരണമാണോ? അപ്പൊ നീ ഒന്നും ചെയ്യുന്നില്ല. ഞാനൊന്നും ചെയ്തില്ലല്ലോ, നിങ്ങൾ തന്നെയല്ലേ ചെയ്യുന്നേ. ഓ മോമെന്താ ഇവിടെ? എന്തുപറ്റി? ആരും ഉറങ്ങിയില്ലേ? എന്തുപറ്റി? നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? മോമനെ ദേഷ്യത്തോടെ നോക്ക. കാരണം നീ കിരൺ നമ്പ്യാരല്ലേ? എടാ, എന്നോട് എന്തിനാ ചോദിക്കുന്നത്? നിന്റെ കൂടി അമ്മയല്ലേ? പോയി ചോദിക്കേ. വേണ്ട മോനെ, വേണ്ട. മോമനെ ഇത്രയും അപ്സെറ്റ് ആയിട്ട് മുന്നേ കണ്ടിട്ടേ ഇല്ല. എന്തോ പ്രശ്നമുണ്ട്. ഏട്ടാ, നീ എന്താ മോമനോട് പറഞ്ഞത്? പറ, എന്നോട് എന്താ പറഞ്ഞെന്ന്. ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. നീ തന്നെ ചോദിക്കടാ. ഗോ ഗോ ഗോ. അപ്പൊ എന്നെ പറ്റി ഏട്ടൻ എന്തോ പറഞ്ഞു കാണും. മോം, നോക്ക്, ഏട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% കള്ളമാണ്. മോം അതൊന്നും വിശ്വസിക്കാൻ നിൽക്കല്ലേ. അല്ല, എന്താ പറഞ്ഞെന്ന് പറയാം ആദ്യം. പറയട്ടെ. നിനക്ക് ഇത്ര പരിക്ക് പറ്റിയിട്ടും നീ ഹോളി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ? രോഹിത് എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നിനക്ക് തീരെ ശ്രദ്ധയില്ലേ? ഒരു കാര്യത്തിലും നിനക്ക് ശ്രദ്ധയില്ല. നിനക്കറിയോ, നിന്നെപ്പറ്റി ആലോചിച്ച് എനിക്ക് എപ്പോഴും പേടിയാ. പക്ഷെ നീയാണെങ്കിലോ നിനക്ക് തോന്നുന്നത് മാത്രം ചെയ്തോണ്ടിരിക്കും. നിന്റെ അമ്മയെ പറ്റി ഒരു ചിന്തയില്ല നിനക്ക്. ബ്രോ, നീ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തേക്കുന്നേ? ഇപ്പൊ തെറ്റല്ല എന്റെ ആയോ? നീ രോഹിതിനെ എന്തിനാ പറയുന്നത്? ഒരു കാര്യം പറയേ, ഞാൻ നിനക്ക് അന്യാണോ? നിന്റെ അമ്മയല്ലേ ഞാൻ. നിനക്ക് നിന്റെ വേദന നിന്റെ അമ്മയോട് പറയാൻ കഴിയില്ലേ? നിന്റെ മനസ്സിൽ തോന്നുന്നത് മാത്രമേ നീ ചെയ്യൂ. നിന്റെ ആരുമല്ലേ ഞാൻ. അയ്യോ, നിനക്കിപ്പോ സമാധാനമായില്ലേ? മോമനെ എങ്ങനെ കരയിച്ചപ്പോ? എന്തൊരു സമാധാനം. ആഹാ, ഇപ്പഴെനിക്ക് സന്തോഷമായി. അവനെ എന്തിനാ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, രോഹിത് എന്നോട് ഒന്നും പറയാൻ വേണ്ടി വന്നതല്ല. പക്ഷെ അവന്റെ വായിന്ന് അറിയാതെ വീണു പോയതാ. വായി നിന്ന് വീണു പോയെന്നോ? ബാക്കിയെല്ലാം പറയുമ്പോ വായി തുറന്നാണല്ലോ പറയുന്നത്. എന്നെ പറ്റി പറയുമ്പോ മാത്രം അറിയാതെ വീണു പോയി പോലും. ദിസ് ഇസ് നോട്ട് ഫെയർ. ഇവൻ മനപ്പുറം പറയുന്ന എന്നെ കരിവരത്തേക്കാൻ വേണ്ടി മാത്രം ഇവൻ ഇതൊക്കെ പറയുന്നത്. വന്നേക്കുന്നു. ഇനി അവനെ പറഞ്ഞോ നീ? എല്ലാ തെറ്റും ചെയ്യുന്നത് ഞാനല്ലേ? എന്നിട്ട് എല്ലാം കേൾക്കേണ്ടത് ഞങ്ങള്. ഞാനോ? ഇതാ കുടിക്കേ. ഇതെന്താ ഇത്? അമൃതാടാ, നിനക്ക് വേണ്ടി കുടിക്കേ. മഞ്ഞളിട്ട പാലാണ്. പരിക്ക് പറ്റിയ പിന്നെ അതിന് വേണ്ടത് ചികിത്സിക്കണ്ടേ? ഇതാ കുടിക്കേ. ഇപ്പൊ മനസ്സിലായി എനിക്ക്. ഇവൻ മനപ്പുറം ചെയ്ത് എന്നെ കൈപ്പുള്ള പാല് കുടിപ്പിക്കാനായിട്ട്. എനിക്കിങ്ങനെ വേണ്ട മോം. ഞാൻ ഒരിക്കലും ഈ പാല് കുടിക്കാൻ പോകുന്നില്ല. നോ, നെവർ. എടാ, നിനക്ക് പരിക്ക് പറ്റിയല്ലേ? അതിപ്പോ കുടിക്കുന്നത് നല്ലതാ. ഒന്ന് കുടിച്ചേ. കമോൺ. ഞാൻ കുടിക്കില്ല. ദാറ്റ്സ് ഇറ്റ്. ദേ പോകുന്നു. കിരൺ, മോനെ നീ ഒന്ന് മനസ്സിലാക്ക്. രോഹിത് മാത്രമല്ല ഞാനും നിന്നോട് പറയാ ഈ പാല് കുടിക്കാന്. മഞ്ഞളിട്ട പാല് വളരെ നല്ലതാണ് മോനെ. നിന്റെ ഈ പരിക്കെല്ലാം വേഗം മാറും. ഇതാ കുടിക്ക്. ഞാൻ കുടിക്കില്ല എന്റെ മോം. രോഹിത്
കുടിക്ക് മോനെ, അങ്ങനൊന്നും കുടിച്ചിട്ടുണ്ടോ പറയണ്ട. മോൻ? കുടിക്കരുത്. കുടിക്ക്. മോൻ ഇത് എടാ, വേണ്ട. കുടിക്ക്. കുടിക്കാതിരിക്കാൻ പറ്റില്ല. കുടിച്ചേ പറ്റുള്ളൂ. ആ, ഓക്കേ അമ്മേ, ഓക്കേ. നീ കുടിക്കുമല്ലോ? മുഴുവൻ കുടിച്ചോണം, ഒരു അല്പം പോലും ബാക്കി വെക്കരുത്. കുടിക്കേ. പെട്ടെന്ന്. അങ്ങനെ വേഗം ഫിനിഷ് ചെയ്യ്. നിങ്ങൾ രണ്ടുപേരും കൂടി എന്നോട് ഈ ചെയ്തോണ്ടല്ലോ മോം, ഞാൻ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. ഒരിക്കലും മറക്കില്ല. അല്ലെങ്കിൽ കണ്ടോ, അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല മോനെ, ഒരിക്കലും ഇല്ല. കാരണം ഇത് ഞങ്ങളുടെ ഗെയിം പ്ലാൻ ആയിരുന്നു. മോർണിംഗ് 4 AM ഷാർപ്പ്. ഓക്കെ, ഗുഡ് നൈറ്റ്. മോം മോമി ചെയ്തോട്ട് ശരിയായില്ല. മോമിന്റെ മോന്റെ അടുത്ത് ഇങ്ങനെയൊന്നും വേണ്ടായിരുന്നു. എന്നോട് ഒരു സ്നേഹമില്ല ആർക്കും. എന്റെ ദൈവമേ, കിരൺ, നീ മറന്നുപോയോ മോനെ ഞാൻ നിന്റെ അമ്മയാണെന്ന്? ദേ, കിരൺ നമ്പ്യാരുടെ അമ്മ. ഇങ്ങനെ അപൂർവമായിട്ടാണ് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി കുട്ടികളെ അടുത്ത് കിട്ടുന്നത്. അപ്പൊ പഠിച്ചു. ഐ ലവ് യു. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. ലവ് യു ടു. ഐ ലവ് യു ബോത്ത്. ഏട്ടാ, നീ ഉണ്ടല്ലോ എന്റെ മോമാവൻ നോക്കണ്ട. ഒരു മോം വന്നേക്കുന്നു. ഒരു മുറിവില്ലാത്ത എന്നെ കൊണ്ട് മഞ്ഞളിട്ട പാലും കുടിപ്പിച്ചു. ലൈഫിൽ ആദ്യമായിട്ടാ മഞ്ഞളിട്ട പാല് കുടിക്കുന്നത്. എന്തൊരു കഷ്ടം ഇത്. കുടിച്ചിട്ട് എനിക്ക് ഓക്കാനിക്കാൻ വരിക. ഇനി ഒരിക്കലും കൊന്നാലും ഞാൻ കുടിക്കില്ല. ഇനി ഉറങ്ങിട്ട് തന്നെ കാര്യം. അല്ല പിന്നെ ഗുഡ് നൈറ്റ്. പാട്ട് പാടി തരില്ല. നല്ല പാട്ടാണ്, നിനക്ക് പാടിത്തരാം. എന്റെ ചെരുപ്പ് ഊരട്ടെ, ഞാൻ ചെരുപ്പ് ഊരട്ടെ. ഒരു മിനിറ്റ്. അതെ, ഞാൻ പറയുന്നൊന്ന് കേട്ടിട്ട് പോ. ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നേ? ഈ പ്രണയം എന്ന് പറഞ്ഞ സംഭവല്ലേ, ഭയങ്കര സോളിഡ് ഫാന്റാസ്റ്റിക്കാ. ബട്ട് കുറച്ച് വിചിത്രവുമാണ്. എപ്പോ ആരോട് തോന്നുന്നോ, ആരാരുടെ പുറകെ പോവുന്നോ ഒന്നും പറയാൻ പറ്റില്ല. ചേച്ചിക്ക് അറിയാം, എന്റെ ഈ മനസ്സുണ്ടല്ലോ, ഇത് ഇവിടെ ഉള്ളത്, ഇതിനകത്തുള്ളത്. മനസ്സിലായി മനസ്സിലായി. തക് തക് ഇടിക്കുന്നു. പക്ഷെ എനിക്ക് അറിയത്തില്ല ആർക്കു വേണ്ടിയാന്ന്. ആക്ച്വലി ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ചേച്ചിക്ക് അറിയാലോ കിരൺ സാറിനെ എനിക്ക് എത്ര ഇഷ്ടമാണെന്ന്. പക്ഷെ ഞങ്ങളുടെ ഇടയിൽ ഈ ഫാൻ ആൻഡ് ഹീറോ അങ്ങനത്തെ ഒരു ബന്ധമാ ഉള്ളത്. എനിക്ക് രോഹിത് സാറിനെയും ഭയങ്കര ഇഷ്ടമാ. പക്ഷെ രോഹിത് സാറിന് ഒരു പ്രോബ്ലം ഉണ്ട്. ഭയങ്കര ഹൈ ലെവൽ തിങ്കിങ്ങാ. എന്ന് വെച്ചാൽ സാറ് പറയുന്നത് മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് 1 വർഷം വേണം. പിന്നെ ഞാൻ പറയുന്നത് സാറിന് മനസ്സിലാവത്തും ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് സത്യമാ ചേച്ചി. അവർ രണ്ടുപേരും ചേച്ചി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഐ മീൻ ചേച്ചി ഇഷ്ടപ്പെടുന്നുണ്ട്. സീരിയസ്ലി. വാട്ട്? ആർ ക്രേസി? നിന്റെ തലയിൽ ലവ് എന്നല്ലാതെ വേറെ വല്ല വാക്കുണ്ടോ? മിണ്ടാതിരുന്നോ അവിടെ. ഞാൻ നിന്റെ ഡ്രസ് എടുത്തു തരാം. കേക്കൂ കേക്കൂ കേക്കൂ. ഇന്ന് വരെ ആരും കേട്ടിട്ടില്ലാത്തൊരു സത്യം ഇവിടെ കേക്കൂ. കിരൺ സാർ, രോഹിത് സാർ